പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാക്ഷരുവാൻ ഇടയാക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാവിയെ പല സഹോദരങ്ങളും സ്വാഭാവികമായ ഉത്കണ്ഠയോടുകൂടിയാണ് അതിനെ നോക്കുന്നത്. കാരണം എന്ത് സംഭവിക്കും എന്ന് നമ്മൾക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഉത്കണ്ഠ വരുന്നത്. പക്ഷെ എന്ത് സംഭവിക്കുമെന്നുള്ളത് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് വിശ്വാസിക്ക് പ്രത്യാശ ഉണ്ടാകുന്നത്. കേവലമായ ഒരു മനുഷ്യന് ഭാവിയെ നോക്കുമ്പോൾ രോഗം, വീട്, വിവാഹം, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, സാമ്പത്തിക കടം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വകുപ്പ്
നമ്മുടെ കൈവശമില്ലെന്ന് നമ്മൾക്കറിയാവുന്നത് കൊണ്ട് നമ്മളുടെ കപ്പാസിറ്റി നോക്കുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഉത്കണ്ഠ വരും. ഇപ്പോൾ ഭാവിയെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യന് ഉണ്ടാകുന്നത് ഉത്കണ്ഠയാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസിയാണോ ആയിരുന്നോ എന്ന് നമ്മൾ തിരിച്ചറിയണത്. നമ്മളിപ്പോൾ വിശ്വാസിയാണെന്നുള്ളത് സ്വാഭാവികമായ ഒരു കൺവെയറിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവർ വിശ്വാസികളാണ്, ചുറ്റുമുള്ളവർ വിശ്വാസികളാണ്, അവർ പ്രാർത്ഥനാ ജീവിതമുള്ളവരാണ്, നമ്മളും പ്രാർത്ഥനാ ജീവിതമുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ധരിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ്. പക്ഷേ വിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെ പ്രത്യാശയാണ്. അപ്പോൾ ഈ പ്രത്യാശ നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണത് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾക്കുള്ള കാഴ്ചപ്പാട് എന്താണ്, ഭാവിയെക്കുറിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തിയാണോ? അപ്പോഴും നമുക്കറിയാൻ പറ്റും നമ്മുടെ വിശ്വാസം, നമ്മളൊരു പരിധിവരെ ജീവിക്കാൻ വേണ്ട വിശ്വാസം നമ്മൾക്ക് ഇല്ലാതിരുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും. പലരും സംഭവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള വിശ്വാസം നിത്യജീവൻ അടുത്ത കാര്യമാണ്, നിത്യജീവൻ അടുത്ത കാര്യമാണ്. പക്ഷേ ഒരു മനുഷ്യന് ബേസിക്കായിട്ട് ഈ ഭൂമിയിൽ വേണ്ടത് എന്താണ്? ജീവിക്കാൻ വേണ്ടിയുള്ള വിശ്വാസമാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള വിശ്വാസം ജീവിത വിഷയങ്ങളിലെ ഭാവി കാര്യങ്ങളിലെ നമ്മൾക്കുണ്ടാകുന്ന പ്രത്യാശയോ ഉത്കണ്ഠയോ അതനുസരിച്ചിരിക്കും ജീവിക്കാൻ വേണ്ടി വിശ്വാസം നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഭാവിയെ നോക്കുമ്പോഴേ ഉത്കണ്ഠപ്പെടാതിരിക്കാനുള്ള വിശ്വാസം ജീവിക്കാനുള്ള വിശ്വാസത്താൽ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ നിമിഷം എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഇപ്പം നമ്മളുടെ സബ്ജക്റ്റ് ജീവിക്കാനുള്ള വിശ്വാസമാണ്. ഭൗതികമായ ജീവിതത്തിന് ആവശ്യമായ വിശ്വാസം. രണ്ടാമത്തത് നിത്യജീവൻ്റെ വിശ്വാസം. രണ്ട് വിഷയമാണ്. ഈ രണ്ട് വിഷയവും അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ജീവിതത്തിന് വേണ്ട വിശ്വാസവും നിത്യജീവിതത്തിന് വേണ്ട വിശ്വാസവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:36 തിരുവചനം. 21:36 സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അപ്പം സംഭവിക്കാൻ പോകുന്നത് എന്ത് സംഭവിക്കാൻ പോയാലും, അതായത് 21:36 സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം. അപ്പം സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് വിശുദ്ധ ലൂക്കാ സുവിശേഷം 34:35 സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ വന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്തുള്ള എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, ഇപ്പോൾ കൊറോണ ആയാലും അതിൻ്റെ ജനൂസ് മാറി വരുന്ന സാഹചര്യമായാലും കൊറോണ മൂലം ഉണ്ടാകുന്ന ബിസിനസ് തകർച്ച, തൊഴിൽ തകർച്ച, കുടുംബത്തിലുണ്ടാകുന്ന സമാധാനം, വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമാധാനക്കുറവും, ജീവിതത്തിൽ അവർക്ക് ഭാവി
ഒരു വിഹ്വലമായി നിൽക്കുന്ന അവസ്ഥകളും ഇങ്ങനെയുള്ള ഓരോ ഈവൻസും വ്യക്തി ജീവിതം ഉണ്ടാകുന്ന സംഭവങ്ങൾ, സംഭവിക്കാതിരിക്കുന്ന വിഷയങ്ങളെന്നാണ് പറയണത്. എന്ത് സംഭവമായാലും ശരി, ഈ സംഭവങ്ങളും ഇതിൻ്റെ ഭവിഷ്യത്തായി വരുന്ന ഭാവി പ്രതിസന്ധികളും ഇതെല്ലാം കൂടുന്ന നമ്മുടെ ജീവിതം, ഈ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി വചനം നൽകുന്ന ഒറ്റമൂലിയാണ് ഈ 21:36 എന്താണ്? സംഭവിക്കാതിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുകയും. എല്ലാത്തിനും ഉള്ളൊരു മറുപടിയായിട്ടാണ് പ്രാർത്ഥന വരുന്നത്. ഇത് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു. കാര്യം നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലും പഠിച്ചാലും പഠനത്തിന് മാർക്ക് കുറഞ്ഞായാൽ അതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഭവിഷ്യത്ത് വരാൻ പോകണമെങ്കിലും ഇതൊന്നും നമ്മളുടെ ജീവിതത്തിൽ, നിങ്ങൾ പ്രാർത്ഥന ജീവിതമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനൊന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്താ പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഓർക്കണം, അതായത് പല കാര്യവും നമ്മൾ ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഈ ദിവസങ്ങളിലുള്ള യുക്തിവാദി സംവാദങ്ങളിൽ വന്നത് ഹൃദയം കൊണ്ട് ചിന്തിക്കണമെന്ന് ഒരു ഭാഗം ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അത് അവരുടെ ഒരു വിഷയം. എങ്കിലും ഞാൻ പറയണേ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നതും ഏതാണ്ട് ഒരു പ്രോസസ്സ് തന്നെയാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കണ ഒരു അവസ്ഥയല്ലായിരുന്നു -MA പഠിക്കുമ്പോൾ. കാരണം എനിക്കൊരു ദിവസം തന്നെ ഏതാണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും ആലുവയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനും ഒരേ ദിവസം വന്നു. നിങ്ങൾ ചിന്തിക്കണം, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ തോറ്റാലും വീട്ടിൽ പോകേണ്ടി വരും, ദൈവവിളി നഷ്ടപ്പെടും. ആലുവയിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ തോറ്റാലും വീട്ടിൽ പോകേണ്ടി വരും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ജയിച്ച് ഒന്ന് തോറ്റാൽ ദൈവവിളി കിട്ടത്തില്ല. ആലുവയിൽ നിന്നുള്ള എൻട്രൻസ് എക്സാം എനിക്ക് അറിയാൻ പാടാത്ത സബ്ജക്റ്റാണ്. കാര്യം അത് ലാറ്റിൻ ഗ്രാമറാണ്. യൂണിവേഴ്സിറ്റി എക്സാം രാവിലെ, അതേതാണ്ട് 12 മണി വരെ എഴുതിയിട്ടാണ് അവിടുന്ന് വന്നിട്ട് തിരിച്ച് വന്നിട്ട് ആലുവയിലെ എക്സാം ആലപ്പുഴ വെച്ച് എഴുതണത്. വണ്ടി ഓടി വന്നിട്ട് എഴുതുകയാണ്. തന്നെ എഴുതുന്ന സബ്ജക്റ്റ് എന്താണ്? എനിക്കറിയാൻ പാടാത്ത സബ്ജക്റ്റാണ്, ലാറ്റിൻ ഗ്രാമറാണ്. ലാറ്റിൻ എനിക്കറിയാം, ഒരുവിധം അറിയാം. പക്ഷേ ഗ്രാമറിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. കാര്യം അങ്ങനെ ഒരു ബ്രെയിൻ അല്ല എൻ്റേത്. അതുകൊണ്ട് എനിക്ക് ആ ഗ്രാമർ പഠിച്ച കാലം ഉണ്ടായിരുന്നു. ഒരു 76 വർഷമാണ് ഞാനത് പഠിച്ചത്. എക്സാം നടക്കുന്ന 79. 76 ഞാനത് പഠിച്ചതാണ്, ഒരു കൊല്ലം പഠിച്ചതാണ്. പക്ഷേ എൻട്രൻസ് എക്സാം ഈ ഗ്രാമറിനെ അടിസ്ഥാനപ്പെടുത്തി വന്നിരിക്കുന്നത് 78 79 ധാരമീസ പഠിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലം ഞാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ടച്ചിങ് ഇല്ല. ആ ലാംഗ്വേജിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. എത്ര കിങ്കരന്മാരായാലും ശരി, ടച്ച് പോയി കഴിഞ്ഞാൽ ലാംഗ്വേജ് പോകും. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യത്തിൽ 0. അപ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ പഠിച്ചാലല്ലേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ട ചില സമയങ്ങളുണ്ടെന്ന്. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കണം എന്താണ്? നമ്മൾ പഠിച്ചാലല്ലേ നമ്മൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. പഠിക്കാനുള്ള കുഞ്ഞുങ്ങളോട് നമ്മളെന്താ പറയണത്? നീ പഠിക്ക്, താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മൾ പറയുന്നത്, റീസണബിളായിട്ട് പറയണത്. പക്ഷേ എൻ്റെ സഹോദരൻ സത്യം പറയുന്നത് നിങ്ങൾക്കറിയാം, ബിസിനസ് ആയാലും ബാങ്കിൽ നമുക്ക് അടയ്ക്കേണ്ട തുകയായാലും ബാങ്കിന് നമ്മൾക്ക് കുറച്ച് ഗ്രാൻഡോ സബ്സിഡിയോ തന്ന് കുറച്ച് 1 day സെറ്റിൽമെൻറ്റിൽ കുറച്ച് ഇളച്ച് തന്നാലും ഇനി നമ്മുടെ ഭാഗത്ത് കാലണയില്ല. എന്തു ചെയ്യും നമ്മൾ? ഇപ്പം നമുക്ക് സബ്സിഡി ഉണ്ട്, ഗ്രാൻഡ് ഉണ്ട്, ശരി, സമ്മതിച്ച്.
അല്ല, മുഴുവൻ അടച്ചു തീർക്കാതെ അവർ സബ്സിഡി തരത്തില്ല, അത് വേറെ വിഷയം. ഇനി 1 day സെറ്റിൽമെൻറ്റിൽ അവർ കുറച്ചുകൂടി തുക കുറച്ചിട്ട് ബാക്കി അടക്കാൻ പറഞ്ഞാൽ ബാക്കി അടക്കാൻ നമ്മുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെ താൻ ബാധിയാകണത്? പിന്നെ എങ്ങനെ ദൈവം ബാധിയാകണത്? ഇപ്പം ദൈവത്തിൻ്റെ ബാധിയുണ്ട്, പക്ഷേ താൻ ബാധിയില്ല. താൻ ബാധിയില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് അടക്കാനുള്ള പണമായാലും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റിൽ അതുപോലെ ഈ പുതിയ കൊറോണയും ലണ്ടനിൽ സുഖപ്പെട്ടിട്ടുണ്ട്. കൃപാസന അൾത്താരയിൽ വന്ന് പ്രാർത്ഥിച്ച വ്യക്തികളുടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തികളുടെ സാക്ഷ്യം കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ഗൂഗിൾ മീറ്റിൽ കിടക്കുന്നത് 17 കൊല്ലമായിട്ട് മക്കളില്ല. ഓൺലൈൻ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ അവർ പ്രഗ്നൻ്റായി. അപ്പോൾ ഇത്രയും നാൾ മക്കളില്ലാതിരിക്കുമ്പോൾ താൻ പാതിയില്ല ഇവരുടെ കയ്യിൽ. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായില്ല മക്കൾക്ക്? താൻ പാതി എന്ന് പറയാൻ ഇവിടെ കൗണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇവർക്ക് പുരുഷ ബീജമാണ്, അങ്ങനെ കൗണ്ടില്ല. അപ്പം നമ്മൾക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല. 17 കൊല്ലമായിട്ട് മക്കളില്ല. ഈ ആളെങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടനെ അവർക്ക് പ്രഗ്നൻ്റ് ആകണത് എങ്ങനെയാണ്? അവൻ്റെ അർത്ഥം എന്താണ്? താൻ പാതി അല്ല വിഷയം, കംപ്ലീറ്റ് ദൈവത്തിൽ നിന്ന് വരും. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളത് വിശ്വസിക്കണം. അല്ല ഇതുപോലെ മനുഷ്യന്മാരുടെ കുറേ വിശ്വാസം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിക്കാനുള്ള വിശ്വാസം വളരത്തില്ല. അപ്പം ചില സബ്ജക്റ്റിൽ താൻ പാതി കൊടുക്കാൻ സമ്പത്തായാലും ഇനി ഒരു കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയുള്ള സ്വാഭാവികമായ ശരീരത്തിൻ്റെ കഴിവായാലും നമ്മുടെ ഭാഗത്തുനിന്ന് പാതി കൊടുക്കാൻ നമുക്കുണ്ടാവത്തില്ല. ഇപ്പോൾ ബാങ്കിൽ നിന്ന് നമുക്ക് 1 day സെറ്റിൽമെൻറ്റിൽ തുക കുറച്ച് തന്നാലും ബാക്കി കൊടുക്കാൻ നമുക്കുണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിക്കണ്ടേ? അതിനാണ് ഞാൻ ജീവിക്കാനുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ നമുക്കുണ്ടാവത്തില്ല. ഈ സമയത്ത് ദൈവം എന്തു ചെയ്യും? ഇത് ഫുള്ള് എമൗണ്ട് റിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ റിലീസ് ചെയ്യും. ഇത് ആർക്കറിയാൻ പറ്റും? വിശ്വാസിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വിശ്വാസിക്ക് എങ്ങനെ അറിയാൻ പറ്റും? പ്രാർത്ഥിച്ചാണ് വിശ്വാസി ഈ ഹൃദയം കൊണ്ട് ചിന്തിച്ചാണ് ഈ വിശ്വാസി ഈ അനുഭവത്തിൽ എത്തിച്ചേരേണ്ടത്. ഞാൻ എന്താ അങ്ങനെ പറയും? ഞാനിതെങ്ങനെ പഠിച്ചതെന്നറിയാവോ? അപ്പോൾ അതായത് ഞാൻ ഒരു പരീക്ഷ എഴുതിയിട്ട് വന്നിട്ടാണല്ലോ, ചേർത്തല പോയി യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയിട്ടാണ് ആ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി 2 മണിക്ക് വന്നിട്ട് 2:30 വന്നിട്ട് ആലുവയിലെ എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ എന്നാ സംഭവം? എൻ്റെ കയ്യിൽ വരുമ്പോൾ എൻ്റെ തലയിൽ ഇരുട്ട് കയറുകയാണ്. ഈ സംഭവം എനിക്കറിയത്തില്ല. എൻ്റെ തലയിൽ ഇരുട്ട് കയറുകയാണ്. കാര്യം എൻ്റെ തലയിൽ ഒന്നും നിന്നിട്ടില്ല. ഇത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകണമില്ല. ഞാൻ പിന്നെ എന്നാ ചെയ്യാനാ? അറിയാവുന്ന കുറച്ചൊക്കെ അതായത് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്കറിയാം. ഞാൻ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയത്. തെറ്റോ ശരിയോ അല്ല പ്രശ്നം. ഞാനിപ്പോൾ കർത്താവിൻ്റെ അടുത്ത് നിന്നാണ് ഇത് സംസാരിക്കണത്. ഞാൻ ഇന്ന് നിങ്ങളൊക്കെ ഈ സമയത്തൊക്കെ ഓടി ഇവിടെ കൃപാസനത്തിൽ വരുന്നുണ്ടെങ്കിൽ 10,000 മനുഷ്യർ ഈ അനുഭവം പ്രാപിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് കിട്ടിയ അനുഭവമോ നിങ്ങൾക്ക് തന്നെ ഉണ്ടായ അനുഭവം കൊണ്ടാണ് നിങ്ങൾ ഈ സമയത്ത് അതിനകത്ത് കയറി നിൽക്കുന്നത്. ഇന്നലെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ മാതാവിനെ കണ്ടില്ല, ഞാൻ ഈ മണ്ണി ചവിട്ടിയതേ ഉള്ളെന്നാണ് പറഞ്ഞത്. ഞാൻ മണ്ണി ചവിട്ടിയതേ ഉള്ളൂ. അതെങ്ങനെയാണ്? ആ സമയത്താണ് ഈ സൗഖ്യം സംഭവിക്കുന്നത്. അതായത് നമ്മൾ വിശ്വാസം കൊണ്ടാണോ നീ മണ്ണിൽ ചവിട്ടണത് എന്നാൽ എല്ലാവരും വന്ന് എന്താണ് പോയി നോക്കിയേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇങ്ങനെ നോക്കി പോണതാണോ? നമ്മുടെ ഓരോ ശരീരഭാഷയ്ക്കും ഭയങ്കര വിലയാണ്. ഭയങ്കര ഭാഷയ്ക്ക് നമ്മളേത് ശരീരഭാഷ നമുക്കുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശരീരഭാഷയെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വളരെ ദൈവദർശനത്തിലാകുമ്പോൾ സഭാപ്രസംഗി എപ്പോഴും പറയും, നീ സൂക്ഷ്മതയുള്ളവനാകണമെന്ന് പറയും. അതായത് പ്രത്യേകിച്ച് 5-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നീ സൂക്ഷ്മതയുള്ളവനാകണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നീ ആരുടെ മുമ്പിലാണ് നിൽക്കണമെന്ന് നിനക്കൊരു ബോധം ഉണ്ടാകണം. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആരോടാണ് പ്രാർത്ഥിക്കണത്?
ഒക്കട്ടെന്നല്ല, ആരോടാണ് പ്രാർത്ഥിക്കണത്, അവൻ ആരാണ്. ദൈവത്തെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകണം. ദൈവത്തെക്കുറിച്ചുള്ള ബോധം, ചെയ്യുന്ന പ്രവൃത്തിയാകുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള ബോധം, അതിന് തക്ക വിശ്വാസം. ഇങ്ങനെ തക്ക വിശ്വാസം. ഇപ്പം വെറുതെ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ. ഇപ്പം സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം. അവന് മുടന്തനോട് എന്താ പറയണത്? ഈശോ നോക്കിയിട്ട് എന്താ പറയണത്? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് ഉണ്ടെന്ന് അറിഞ്ഞ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അപ്പോഴേ തക്ക വിശ്വാസമല്ല, അതായത് വിശ്വാസം ഒരു സമയം കഴിയുമ്പോൾ തക്ക വിശ്വാസമായി മാറണം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവേ, ഓരോ വിഷയത്തിലും അങ്ങയുടെ തിരുസന്നിധിയിൽ നിർത്തപ്പെടുമ്പോൾ ആവശ്യമായ തക്ക വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കാര്യം ഇതെങ്ങനെയാണ് മാത്തമാറ്റിക്സ് ആണെന്ന് ഞാൻ ചിന്തിക്കണം. അതായത് ഞാൻ പരീക്ഷ എഴുതി 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് എഴുതിയിരിക്കുന്നത്. ലാറ്റിൻ ഗ്രാമർ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് 45 മാർക്കിനാണ്. എൻ്റെ ജീവിതം ഇരിക്കുന്നത് ഈ ടെസ്റ്റിലാണ്, ഈ ഒരു ബുക്കിലാണ്, ഈ ടെസ്റ്റ് പേപ്പറിൽ, ഈ എൻട്രൻസ് എക്സാമിനേഷനിലാണ് എൻ്റെ ഫുൾ ജീവിതം. ഞാനിപ്പോൾ അച്ഛനായിട്ട് 35 കൊല്ലമായി. 35 കൊല്ലത്തെ സർവീസ് തീരുമാനിക്കാൻ പോകുന്നത് ഈ ഒറ്റ പേപ്പറിലാണ്. ചില സമയത്ത് നമ്മുടെ ജീവിതം അങ്ങനെ വരും. നമ്മുടെ ജീവിതം മുഴുവനും താങ്ങി നിർത്തുന്നത് ഇതുപോലെ ചില ആണിക്കലയിലാണ്. ചില ആൾക്കാർ പറയും, അച്ഛാ ഇത് എൻ്റെ അവസാനത്തെ പരീക്ഷയാണ്, OIT. ഞാൻ 7 പ്രാവശ്യം എഴുതി എന്നൊക്കെ പറഞ്ഞ് ഇന്നൊരു ഗൂഗിൾ മീറ്റിലൊരു സാക്ഷ്യമുണ്ട്. 7 പ്രാവശ്യം ഗൂഗിൾ മീറ്റ് എഴുതി, അല്ലെ OIT എഴുതി. എന്താ പറ്റണത്? OIT എഴുതുമ്പോൾ 35 രൂപ വെച്ച് വേണം, 35,000 രൂപ വെച്ച് വേണം. ആദ്യം 3 പ്രാവശ്യം സ്വന്തം കയ്യിലുള്ള കാശ് പോയി, പിന്നെ ഭർത്താവിൽ നിന്ന് കാശ് മേടിച്ച്, പിന്നെ വീട്ടിൽ ചെന്ന് കാശ് മേടിച്ച്. വെറുതെ ഇല്ലേ എഴുതണത്, എഴുതിയിട്ട് കാര്യമില്ലേ, 35,000 രൂപ വെച്ച് വേണം. അപ്പോൾ ഒരു 2 ലക്ഷം 2 ലക്ഷം രൂപ 2,4 ലക്ഷം രൂപ. എന്നിട്ട് പറയുവേ, ഇതെൻ്റെ അവസാനത്തെ പരീക്ഷണച്ച, ഇനി കാശ് തെണ്ടി ഇരന്ന് കിഡ്നി വിറ്റ് മേടിച്ചാലും എഴുതാൻ ചാൻസ് ഇല്ല എന്ന് പറയും. അപ്പം ഇങ്ങനെ ഒരു ജീവിതം വരും ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞ അപ്പോഴും നിങ്ങൾ തടയരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ അതിലെ പോയി രക്ഷപ്പെടുന്നതാണ് ദൈവത്തെക്കുറിച്ചുള്ള, നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എങ്കിൽ നീ ആശ്രയിച്ചാൽ. നിനക്ക് ചിലപ്പോൾ ഫൊണറ്റിക്സ് അറിയാൻ പാടില്ല. ചില ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മലയാളം പോലെ ഇരിക്കത്തില്ലേ, അപ്പോൾ സായിപ്പ് അത് കട്ട് ചെയ്ത് കളയും. കാര്യം നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലല്ല പഠിച്ചിരിക്കണമെന്ന് വിചാരിച്ചോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർക്ക് പോലും ഫൊണറ്റിക്സ് കിട്ടണില്ല, പ്രൊണൗൺസിയേഷൻ കിട്ടണില്ല. അതുകൊണ്ട് സ്പീക്കിങ്ങിന് അവർ പോകും, റീഡിങ്ങിനൊക്കെ പോകും. അപ്പോൾ റീഡിങ്ങിനൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ കപ്പാസിറ്റി അറിയാം. ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് വായിച്ചാലും മലയാളം പോലെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വായിക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല. എൻ്റെ ആക്സെൻറ്റും ഫൊണറ്റിക്സും വ്യത്യസ്തമായത് കാരണം കേൾക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല, ഞാൻ തട്ടി പോകുന്നറിയാം. അപ്പോഴെന്താ പ്രശ്നത്? നമ്മളുടെ ലൈഫ് മുഴുവനും ഈ ഒരു ഫൊണറ്റിക്സ് ഇരിക്കുന്ന സമയമുണ്ട്. അതായത് ഒരു സ്പീക്കിങ്ങിൽ, ഒരു റീഡിങ്ങിൽ, ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഒരു പേജ് വായിക്കുന്ന സമയമാണ് OITക്കാർക്ക് കൊടുക്കുന്നത്. ആ സമയത്ത് അവരുടെ ഫൊണറ്റിക്സ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, സ്പീക്കിങ്ങിൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റിപ്പോയാൽ എന്താണ് തെറ്റിപ്പോണത്? അവളുടെ ജീവിതം, അവളുടെ കുടുംബത്തിൻ്റെ കടങ്ങൾ, അവളുടെ സഹോദരൻ്റെ വിവാഹം, അവളുടെ ജോലി, ഇങ്ങനെ എല്ലാം തെറ്റിപ്പോണത് ഒറ്റ പേജിലാണ്. ഇങ്ങനെ ജീവിതം എല്ലാം ഒറ്റ പേജേ വരണൊരു സമയമുണ്ട്. ഒറ്റ പേജിൽ നിങ്ങൾ പറയും, അച്ഛാ ഈ ബാങ്ക് ലോൺ പാസ്സാകുന്നില്ലെങ്കിൽ
ഇനി എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയും. എനിക്കറിയാം. അപ്പോഴും ഒറ്റ പേജിൽ ചിലപ്പോൾ ജീവിതം വരണ സമയമുണ്ടാവും. ഇപ്പം എനിക്കെന്താ വന്നത്? എനിക്ക് ഒരു ഗ്രാമർ പരീക്ഷയിൽ എൻ്റെ ജീവിതം മൊത്തം വരികയാണ്. ഒരു ഗ്രാമർ പരീക്ഷയിൽ. ആ ഗ്രാമർ പരീക്ഷയുടെ റീസൺ എന്താണെന്നൊക്കെ വെച്ചാൽ 100 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ എത്ര മാർക്ക് വേണം നമുക്ക്? 40 മാർക്കെങ്കിലും വേണം. ഞാൻ തപ്പിയും തടഞ്ഞ് എഴുതിയിരിക്കുന്നത് 45 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. എനിക്ക് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ള എന്താണ്? ഒരു 40 മാർക്ക് വരെ സ്കോർ ചെയ്യാമെന്ന് വിചാരിച്ചോ. എനിക്കറിയത്തില്ല അത്രയും കിട്ടുമോയെന്ന്. അത് ചിലപ്പോൾ അവർ ഗ്രേസ് മാർക്ക് ഇട്ട് എന്നെ ഇനി കളയണ്ട, മറ്റുള്ള മാർക്കെല്ലാം നോക്കിയിട്ട് ഇവൻ പട്ടത്തിന് പഠിച്ചോട്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവരെന്തെങ്കിലും ഒരു നമ്മളോട് കാരുണ്യം കാണിച്ചാലും ഒരു 40 മാർക്ക് ഇട്ട് തരുമെന്ന് വിചാരിച്ചു. ഇട്ട് തരുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാര്യം അങ്ങനെ ഒന്നും നടത്താൻ വേണ്ടിയല്ല അവർ ആലുവയിൽ എക്സാം വരണത്. അപ്പോഴങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും 70% മാർക്കൊക്കെയാണ് ഉള്ളത്. അപ്പോഴൊരു 40 മാർക്കുകാരൻ അവിടെ വരികയാണെങ്കിൽ അവന് ദൈവവിളി ഇല്ലെന്നേ അവർ കരുതത്തുള്ളൂ. അപ്പം ഞാൻ അന്ന് മുതൽ വേർത്ത് നടക്കുകയാണ്. കാര്യം 100 മാർക്കിന് ചോദ്യം അറ്റൻഡ് ചെയ്തിരിക്കുന്നത് 45 മാർക്കിന്. കിട്ടാൻ പോണത് 30 വല്ലത് 20 വല്ലതൊക്കെ ആണെങ്കിൽ ജീവിതം തീർന്ന്. അന്ന് മുതൽ ഞാനിങ്ങനെ ജപമാലയെ എത്തിച്ച് നടക്കുകയാണ്. കർത്താവിൻ്റെ അടുത്ത് പോകും, പിന്നെയും വന്നിരിക്കും, വേർക്കും, ഭക്ഷണം കഴിക്കത്തില്ല, ഉറക്കമില്ല. ഇങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ ഉറക്കമില്ല, ഭക്ഷണം കഴിക്കത്തില്ല, പള്ളിയിൽ പോവും, പുറത്ത് വരും, ബോധമില്ല, ഇങ്ങനെ നടക്കണൊരു കാലം. ഈ കാലത്തൊക്കെ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ജീവിതമെങ്കിലും ഇനി വരാൻ പോണ ജീവിതം ഇവിടെ ജീവിച്ചിരിക്കുകയോ ഇല്ല എന്നാണ്. നമുക്കൊരു ജീവിതം ഉണ്ടോ ഇല്ലേ എന്നാണോ, അല്ലെങ്കിൽ നാം ഒത്തിരി കൊതിച്ച അച്ഛനായതാണ്. 4 വയസ്സ് തൊട്ട് ആഗ്രഹിച്ച അച്ഛനായ ആളാണ്. അല്ല പെട്ടെന്ന് 10ാം ക്ലാസ് തുടങ്ങിയ ആഗ്രഹമല്ല. അപ്പം അതുകൊണ്ട് ഭയങ്കര ആഗ്രഹത്തിലാണ്. പക്ഷേ നമുക്ക് അതിനോട് ആംബിയറില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഞാനെങ്കിലും കർത്താവിനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. രാത്രിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങുമ്പോൾ 10, 12 മണി 2 മണിയാകുമ്പോൾ ഒരു ഏണിയുണ്ട് ഡോർമെട്രി. ഈ ഏണി മുകളിലോട്ട് വെച്ചിട്ട് 3ാം നില ടെറസെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2 മണിയാകുമ്പോൾ ഈ ഏണിയെ കൂടി കയറും. ഏണിയെ കൂടി കയറണത് ഇതിനു വേണ്ടി കയറണമല്ല. പണ്ട് മുതലേ മുകളിൽ കയറുന്ന പ്രാർത്ഥിക്കുന്നതാണ് രാത്രി 2 മണിക്ക്. സമയം ചേർന്ന കാലം മുതൽ കണ്ടുപിടിച്ച ഒരു പരിപാടിയാണ്. രാത്രി 2 മണിയാകുമ്പോൾ ഒരാഴ്ച 2 പ്രാവശ്യമെങ്കിലും ഏണിയെ കൂടി കയറി ഡോർമെട്രിയിൽ നിന്ന് ഉറക്കമുറിയിൽ നിന്ന് മുകളിലോട്ട് കയറി ടെറസിൽ ഇരുന്ന് 2.5 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. അന്നിങ്ങനെ ഉറങ്ങേണ്ടതാണ്, ഉറങ്ങാൻ പാടില്ല, ഉറക്കം നിൽക്കാൻ പാടില്ലാത്തതാണെന്നുള്ള ബോധമല്ല ഉണ്ടായിരുന്നത്. അച്ഛനായിട്ട് എപ്പോഴും എത്രയും വേഗം അച്ഛനാകണമെന്നൊരു ആഗ്രഹവും ശമേരുന്ന് കളയലേ എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിരിക്കണം മുഴുവനും കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ചില കഷ്ടപ്പാടൊക്കെ നമുക്ക് തരത്തില്ലേ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ഒരു വിഷയമായിരിക്കത്തില്ല കർത്താവിൻ്റെ മനസ്സിലുള്ളത്. നമ്മുടെ മനസ്സിലൊരു വിഷയം ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള വിഷയം എന്താ? ലാറ്റിൻ ഗ്രാമറിന് കട്ടിച്ചെങ്കിലും രക്ഷ പാസ്സാകുക എന്നാണ് എൻ്റെ. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് കൊണ്ടോ നിന്നെ വേദനിപ്പിക്കുന്ന കൊണ്ടോ ദൈവം വേദനിപ്പിക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ കുറേ വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറയണം, ദൈവം വേദനിപ്പിക്കും നമ്മളെ. ദൈവം നമ്മളെ സാന്ത്വനപ്പെടുത്തുന്നത് പറഞ്ഞതല്ല, ദൈവം നമ്മളെ വേദനിപ്പിക്കും. ഒരു 10 വിഷയം ഉണ്ടെങ്കിൽ 5 വിഷയവും നമുക്ക് വേദന തന്നെയാണത്. വേദനയല്ലാതെ ശാരീരികമോ മാനസികമോ ആയിട്ട് വേദനയില്ലാതെ ഒരു വിഷയവും നമ്മൾ തരണം ചെയ്യത്തില്ല. നീ അത് ദൈവപുത്രൻ മാലാഖ അല്ലെങ്കിൽ നീ മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തീക്കടൽ നമ്മൾ നീന്തേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എന്തോ ദൈവം എനിക്ക് എന്നെ സഹായിച്ചത് ഞാൻ പറയത്തുള്ളൂ. എന്താണ് ഇങ്ങനെ അത് കിടന്നുറങ്ങേണ്ട സമയത്തും പോയി പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോഴും എനിക്ക് എണീക്കാറുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ ഉറക്കം നിന്ന് 2 മണിക്ക് എണീക്കയറി പോയി പ്രാർത്ഥിക്കുന്ന ആളായത് കാരണം എനിക്കിങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോഴും എനിക്ക് എണീക്കയറി പോണതിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ കരഞ്ഞു വന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എന്നെ കൈവിട്ട കർത്താവ് കൈവിടണമെന്ന് ഞാൻ പറയത്തുള്ളൂ.
അല്ലാതെ സെമിനാരിൽ നിന്ന് എന്നെ മാർക്ക് കുറവായിട്ട് പുറത്താക്കിയതൊന്നും ഞാൻ പറയത്തില്ല. ദൈവം കൈവിടാന്നേ പറയത്തുള്ളൂ. എൻ്റെ മക്കൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് ഫലിച്ചില്ലെന്ന് നിങ്ങൾ പറയരുത്. എൻ്റെ കർത്താവ് എനിക്ക് കുഞ്ഞുങ്ങളെ തന്നില്ലെന്ന് വേണം പറയാൻ. നിങ്ങളുടെ വിവാഹം ഒത്തു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഒത്തില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് വിവാഹം ഒത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമായില്ല എന്ന് നിങ്ങൾ പറയരുത്. എൻ്റെ കർത്താവ് എനിക്ക് ജീവിത പങ്കാളിയെ തന്നില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം കർത്താവിനോട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകണം. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്നിലൂടെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വീടില്ല എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നമുക്ക് ഈ പ്രാവശ്യം കുറി വീണില്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത്. അത് മെമ്പർമാർ പറഞ്ഞോളൂ. നിങ്ങൾ പറയേണ്ട ഭാഷയല്ല. എൻ്റെ കർത്താവിനക്ക് വീട് തന്നില്ലെന്ന് പറയണം. കാര്യം എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ സത്യമായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയെല്ലാം മാറ്റത്തിന് വിധേയമാണ്. അത്രയും ബന്ധം നിനക്ക് കർത്താവുമായിട്ട് നിനക്കുണ്ടാകണം. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എൻ്റെ കർത്താവ് എന്നെ തോൽപ്പിക്കരുത്. ഞാൻ എഴുതിയിട്ടില്ല, സത്യമാണ്. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ പാതി വെക്കാൻ എൻ്റെ കയ്യിലില്ല. അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം നിർബന്ധമില്ല. എന്നാലും നമുക്ക് ജീവിക്കണ്ടേ? നമ്മുടെ കയ്യിൽ പാതി ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കിവിടെ മരിക്കാൻ പറ്റുമോ? നമുക്ക് ജീവിക്കേണ്ടി വരും. നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മുന്നിൽ ദൈവമുണ്ട്. ഇപ്പം ഞാൻ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതാണ്, ഞാൻ 45 മാർക്കിന് എഴുതിയിട്ടുള്ളൂ, 30 ആണ് കിട്ടണമെങ്കിൽ ഞാൻ വീട്ടിൽ പോകേണ്ടി വരും. പക്ഷേ എന്നെ വീട്ടിലോട്ട് വിടരുത്. എനിക്ക് നിൻ്റെ അച്ഛനായിട്ട് ജീവിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതിനു വേണ്ടിയാണ് തുനിഞ്ഞ് കെട്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് 4 വയസ്സ് മുതൽ പ്രാർത്ഥിക്കണത്. എന്താ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലേ? അതാണ് അത്ഭുതം എന്ന് പറയണത്. ഈ ആൾക്കാർ പറയും അത്ഭുതം സംഭവിക്കത്തില്ലെന്നാണ് എല്ലാവരും പറയണത്. അച്ഛന്മാരുടെ കൂട്ടത്തിൽ പോലും പറയുന്ന ആൾക്കാരുണ്ട് അത്ഭുതം സംഭവിക്കത്തില്ലെന്ന്. ഞാൻ പറയണത് അത്ഭുതമേ സംഭവിക്കത്തുള്ളൂ. നീ കർത്താവുമായിട്ടാണ് നിൽക്കണമെങ്കിൽ. എനിക്ക് കിട്ടിയ മാർക്കത്തെ നിങ്ങൾ അറിയണ്ടേ? 90 മാർക്ക്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ 45. ഇപ്പം ഈശോ ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് എന്തിനാണ് ഇത് കള്ളത്തരം പറയേണ്ട കാര്യം എന്ത്? അതോ ഒരു പുരോഹിതൻ എന്തിനാ കള്ളത്തരം പറയണത്? അതായത് എനിക്ക് കിട്ടിയ മാർക്ക് എന്താണ്? അതായത് ഞാൻ എഴുതിയ മാർക്ക് എത്ര അറ്റൻഡ് ചെയ്തിരിക്കണത്? 45. എനിക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? 90. അന്ന് മുതൽ, അതായത് ഈ 90 മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മിറക്കിളാണ്. അതാരുടെ മാർക്കാണ്? കർത്താവ് ഇട്ട മാർക്കാണ്. ഞാൻ അവിടെ നിന്നാണ് ഈ ശുശ്രൂഷ തുടങ്ങിയത്. ശരിക്കും എല്ലാ മനുഷ്യരും വരുമ്പോൾ അങ്കലാപ്പിലാണ്, ക്യാൻസർ 4ാം സ്റ്റേജിലാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ അവരെ തടയിക്കൊണ്ട് പറയും ഒരു കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്, ഒരു ആരാധനയ്ക്ക് സമയമുണ്ടെന്ന് പറയും. കൃപാസനത്തിൽ ഒരു ആരാധനയ്ക്ക് സമയമുണ്ടെന്ന് പറയും. വിജയകുമാരൻ്റെ സഹോദരൻ ചില സമയത്ത് എന്നെ വിളിക്കും. പ്രാർത്ഥനയിൽ ഞങ്ങൾ സഹോദരന്മാരാണ്. അപ്പോൾ വിളിക്കുമ്പോൾ ഭയങ്കര അദ്ദേഹത്തിൻ്റെയൊക്കെ കേസെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിഷമമായിരിക്കും വരാൻ പോണത്. അതായത് നമുക്കറിയാം, ചെറിയ ആൾക്കാർക്ക് ചെറിയ പ്രശ്നം, വലിയവർക്ക് വലിയ പ്രശ്നം. അപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയും, സാർ വിഷമിക്കാതിരിക്കൂ, ഒരു ആരാധനയ്ക്ക് സമയമുണ്ടെന്ന് പറയും. ഒരു ആരാധനയ്ക്ക് സമയമുണ്ട്, ഒരു കുർബാനയ്ക്ക് സമയമുണ്ട്. അതായത് സമയമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം നാളെയാണ് നിൻ്റെ വീടിൻ്റെ ജപ്തി എന്ന് വിചാരിച്ചോ. വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡേറ്റ് നാളെയാണ്. അപ്പം ഞാൻ അവിടെ ചോദിക്കും, ഇപ്പോഴല്ലല്ല ജപ്തി എന്ന് പറയും. എന്താ കാര്യം? നമുക്ക് 23 മണിക്കൂറോളം ഉണ്ട്. 23 മണിക്കൂറോളം ഉണ്ട്. എന്തിനാണ്? സ്വാഭാവികമായി ദൈവത്തിന് ഇടപെടാൻ വേണ്ടി 23 മണിക്കൂറുണ്ട്. 23 മണിക്കൂർ കൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ അവിടെ 4.5 മണിക്കൂറാണ് ട്രിവാൻഡ്രത്തിൻ്റെ സമയം. അപ്പോൾ ഇവിടുന്ന് അവിടം വരെ ജപമാല ചെല്ലണത് 22 ജപമാലയാണ് ചെല്ലണത്. 20 ജപമാല. തൃശ്ശൂർ പോകുമ്പോൾ ഞാൻ ചെല്ലണത് 22 ജപമാലയാണ്. അപ്പോഴെന്താ എൻ്റെ അർത്ഥം? 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് 20 ജപമാല ചെല്ലാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 100 ജപമാല ചെല്ലാനുള്ള സമയമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം.
100 ജപമാല ചെല്ലാനുള്ള സമയം. നമുക്ക് 23 മണിക്കൂർ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 ജപമാലയ്ക്ക് സമയമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. 23 മണിക്കൂർ നിൻ്റെ കുടുംബം ജപ്റ്റ് ചെയ്യാൻ വേണ്ടി നാളെയാണെന്ന് പറഞ്ഞാൽ 23 മണിക്കൂർ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ 100 ജപമാലയാണ്, അല്ലാതെ 50 അല്ല. 100 ജപമാല ചെല്ലാൻ സമയമുണ്ടെന്നാണ് അർത്ഥം. 100 ജപമാലയ്ക്ക് ചെല്ലേണ്ടി വരുന്ന ദൈവവചനം എത്രയാണ്? 9നെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 9നെ 100 കൊണ്ട് ഗുണിച്ചാൽ തന്നെ 900 900നെ പിന്നെ 5 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പോൾ 9 40 4500 അത്രയും ദൈവവചനങ്ങൾ ഉച്ചരിക്കാനുള്ള സമയമാണ്. ഈ ദൈവവചനത്തിൽ വിശ്വസിക്കാനും, അതുകൊണ്ട് ഇത്രയും പ്രാർത്ഥിക്കണോ, എങ്ങനെ ഇത് ഇത്രയും പ്രാർത്ഥിക്കുമോ എന്നല്ല പ്രശ്നം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യൻ്റെ കഴിവെന്ന് പറയുന്നത്. കാര്യം നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോകുന്നതുകൊണ്ടുള്ള ഗുണവത, അതായത് സമാധാന കാലമില്ലേ, സമാധാന കാലം റെക്രിയേഷൻ ടൈമല്ല. നമുക്ക് കടവുമില്ല, നമുക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് ഗ്രൂപ്പുമുണ്ട്, കൂട്ടുകാരുമുണ്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്ന സമയമില്ലേ. ഇത് ദുരന്ത കാലമാണത് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം നീ നല്ല ശരിക്കും ഗെയിൻ ചെയ്യേണ്ടതാണ്. കാര്യം സമാധാന കാലത്താണ് നമ്മൾ നല്ല ശരിക്കും പ്രാർത്ഥിച്ച് നമുക്ക് നല്ല ഡിപ്പോസിറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട സമയമാണത്. പക്ഷെ ഇത് പറഞ്ഞു തരാൻ ആരുമില്ല. കാര്യം മനുഷ്യന്മാരിത് പറഞ്ഞു തരത്തില്ല. കാര്യം മനുഷ്യന്മാർക്കത് അറിയത്തില്ല. അത് പറഞ്ഞു തരാൻ ദൈവം ആളെ വെച്ചിട്ടുണ്ട്. അയാളുടെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചു തരും. എന്താണ് ഇത്? പീസ് ടൈമാണ്. ഇപ്പോഴേ കർത്താവിൻ്റെ അടുത്ത് മുഴുവൻ സമയം നീ ചെലവഴിച്ചുകൊണ്ട് നിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കേണ്ടതാണ്. നിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കണം. ഇപ്പം അതായത് നമുക്ക് രോഗമില്ലാത്ത സമയം, ഇപ്പം ചില സമയത്ത് നിങ്ങൾ കൈയൊക്കെ കാലെവിടെയെങ്കിലും ഉതച്ച് പൊട്ടി പനിയായി കിടക്കുമ്പോൾ അവർക്കും ദൈവമേ കഴിഞ്ഞ ആഴ്ച ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, അതെ ഇങ്ങനെ നാശം പിടിക്കാൻ കല്ലേ പോയി ഉതച്ചതാണ് ഈ കുഴപ്പം ഉണ്ടായത്. അപ്പോഴും സമാധാന കാലത്ത് നമ്മൾ കൂടുതൽ കാര്യം അമ്യൂസ്മെൻറ്റിനാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ സന്തോഷിക്കാനും അടിച്ചു പൊളിക്കാനും വേണ്ടി ഉപയോഗിക്കും. ഇതാണ് ഒരു തകർച്ചയുടെ ഒരു കാരണം. മനുഷ്യന്മാരുടെ തകർച്ചയുടെ ഒരു കാരണം ഇതാണ്. സമാധാന കാലം അവൻ ജഡിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കാര്യം അവന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. പറയേണ്ടത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഞാൻ എപ്പോഴും പറയും, ഒരു മിനിമം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു പരിധി വരെ നമ്മളിൽ നിലനിർത്തണം. കാര്യം ആത്മീയ ജീവിതം എന്ന് പറയണത് പ്രാർത്ഥനാ ജീവിതമല്ല. ആത്മീയ ജീവിതം എന്ന് പറയണത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. പ്രാർത്ഥന പോലും പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അതായത് ഇപ്പം തന്നെ റോമ 14 14:8 നമ്മൾ വായിക്കുമ്പോഴെന്താണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. അപ്പോഴും നിൻ്റെ അമ്യൂസ്മെൻറ്റ് ടൈം, നിൻ്റെ സമാധാനകാലം, നിൻ്റെ ഉല്ലാസ വേളകൾ നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യു ആർ നോട്ട് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ നിങ്ങൾ വെറുതെ ഇരുന്നാലും പറയും ഇത് വെറുതെ ഇരിക്കണ്ട, വേണമെങ്കിൽ ജപമാല എടുത്ത് പ്രാർത്ഥിക്കാൻ പറയും. വെറുതെ ഇരിക്കുന്ന സമയമില്ലേ? വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. കാര്യം നമുക്ക് നിങ്ങളോട്, അതായത് വെറുതെ എപ്പോഴും ചിലപ്പോൾ ഒരു ഫ്രീ ടൈം വരികയില്ലേ, അങ്ങനെ ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ നമുക്ക് ഫ്രീ ടൈം വരികത്തില്ല. കാരണം ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മോട് പറയും ഇപ്പോഴേ ജപമാല ചെല്ലാൻ പറയും. മൊത്തം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കാനല്ല, മരുപ്പ് വിട്ടിരിക്കണവരിയ്ക്കാനല്ല പറയണത്. അതായത് ആ സമയം ദൈവത്തിൻ്റെ സമയമാണ്. ആ ദൈവത്തിൻ്റെ കൂടെ ആ സമയം ദൈവത്തിൻ്റെ കൂടെയും അത് ചെലവഴിക്കാൻ പറയും.
അപ്പോൾ നമുക്ക് റിമൈൻഡറാണ്, പരിശുദ്ധാത്മാവ് റിമൈൻഡറാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ 14:26 വായിക്കണേ എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഇപ്പോൾ 14:26 യോഹന്നാൻ്റെ സുവിശേഷം. ഇതാണ് പരിശുദ്ധാത്മാവ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും.